സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവ് എഴുന്നള്ളിയാൽ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, 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 എഴുന്നള്ളി വരണമേ കർത്താവേ. ഞങ്ങളുടെ മധ്യത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ തൊഴിലില്ലായ്മയിലേക്ക്, ഞങ്ങളുടെ രോഗദുരിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കടഭാരങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിത വ്യഗ്രതകളിലേക്ക്, സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിത സുരക്ഷിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, 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 സ്തോത്രം. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന, ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ചേർന്ന് പാടാം. തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. വീശിക്കൊണ്ട് ഹല്ലേലൂയ. എല്ലാവരും ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ, ഹോസാന, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുവേ. ആരാധന, ആരാധന, ആരാധന യേശുവേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരുടെ റാണി, വരാൻ പോകുന്ന മഹാദുരന്തത്തെ മുൻകുറിച്ച് ദൈവമേ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ കൈക്കൊള്ളണമേന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കൃപാവര പദ്ധതി ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളിലും കൃപാസനത്തിലും അങ്ങ് അഭിഷേകമാവി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധന്യേ മഹത്വം പിറന്ന കന്യേ മനോഹരിതായേ. ധന്യേ മഹത്വം പിറന്ന കന്യേ മനോഹരിതായേ. ആമോദമാർന്നു നീ വരിക, രക്ഷാ സുഖത്തിനുറവാൻ. ആമോദമാർന്നു നീ വരിക, രക്ഷാ സുഖ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ, യേശുവേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് അതി പറയുന്ന കർത്താവേ, അങ്ങയുടെ കൃപയെ ഓർത്ത് അതി പറയുന്ന കർത്താവേ, കർത്താവേ, നാനാവിധ രോഗികള്, കർത്താവേ, നാനാവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവര്, കർത്താവേ, കടൽ കായൽ മാർഗങ്ങളില് ജോലി ചെയ്യുന്നവര്, കർത്താവേ, ദുരിതം അനുഭവിക്കുന്നവര്, കർത്താവേ, ജീവിത വിഷമത്തിൽ കഴിയുന്നവര്, സദാനമില്ലാതെ വിഷമിക്കുന്നവര്, സാമ്പത്തിക ദുരിതത്തിൽ കഴിയുന്നവര്, കുടുംബത്തിന് സമാധാനമില്ലാതെ വിഷമിക്കുന്നവര്, തൊഴിൽ മേഖലയിൽ പല കൊലത്തിയോളം വേല ചെയ്തിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥകള്, കർത്താവേ, വലതുവശത്ത് മലയേറിയാൻ കഴിഞ്ഞ കർത്താവേ, കിടക്കടി നടക്കാൻ പറഞ്ഞ കർത്താവേ, കടലിന് മീതെ നടന്ന കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിച്ച് വണങ്ങുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ ഇരിക്കും. മക്കളെ ആദ്യമായിട്ടാണ് കൃപാസനത്തിൽ വെള്ളം നിൽക്കുന്നത്. ഇവിടെ ഇല്ല, വഴികളിൽ. ഇപ്പം ഞാനിങ്ങോട്ട് പോരുമ്പോൾ നീന്തിയാണ് വന്നത്. അപ്പം ചെറിയ ആൾക്കാരൊക്കെ ഇവിടെ ഇത്രയും ആൾക്കാരെ നിറഞ്ഞ് കവിഞ്ഞിരിക്കണ കാരണം നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാതെ ചിലർ എന്ത് ചെയ്യുമെന്നറിയാതെ പോയി തിരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി വിഷമം തോന്നി, ആൾക്കാർക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാതെ പോകണല്ല എന്ന്. കാര്യം ഇപ്പോൾ ഈ വെള്ളമായിരിക്കും, പക്ഷേ നമ്മൾ ആരാധനയിൽ പങ്കെടുക്കാതെ ഇപ്പോൾ ആദ്യം വന്നത് ഇപ്പോഴാണെന്നറിയത്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് പേര് തിരിച്ചു പോകണ്ടേ. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് തിരിച്ചു പോണത്. സഹായിക്കാൻ ആരാണ് ഈശോ ഏൽപ്പിച്ചിരിക്കണത്? ആരെ? പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, തീയൊന്നും അല്ലല്ലേ, വെള്ളമല്ലേ, 10 മിനിറ്റ് നിൽക്ക്. കർത്താവിന് ഇത് കണ്ടെങ്കിൽ ദയ തോന്നിയ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുമല്ല അല്ലേ? സഹായനുണ്ടെങ്കിൽ സഹായൻ ഉടനെ പറയും. അതാണ് ഈശോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞാൻ പിതാവിനോ അടുത്തേക്ക് പോവുകയും നിത്യം നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ അയച്ചു തരികയും ചെയ്യും, സഹായകനെ. അപ്പം സഹായം എങ്ങനെ സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കണത്? നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ആ അനുസ്മരണം ഒരു ഭയങ്കരമാണ്. അതാണ് സഹായം. ഓരോരോ സമയത്ത് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവെന്ന് നമ്മളെ ഓർപ്പിച്ചു തരണം. അതിന് പരിശുദ്ധാത്മാവിന് വേണം. ഇപ്പം മഴയാണ്, വെള്ളമാണ്. ഈ മഴയിലും വെള്ളത്തിൽ നിന്ന ദൈവവേദലെ ദൈവത്തിൽ നിന്നോട് ദയ തോന്നിയ
നീ പിന്നെ 5 കൊല്ലം ഒരുമിച്ച് കൃപാസനത്തിൽ വരണ്ട, ചിലപ്പോൾ 5 മിനിറ്റ് വന്നാൽ മതി എന്ന് പറയാൻ ആൾ വേണ്ടേ? ആളില്ല. ആൾപ്പാർപ്പില്ലാത്ത കാരണം ആരും പറയാനില്ല. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവർ ഇടയനില്ലെങ്കിൽ എന്ത് ചെയ്യും? പരിഭ്രാന്തരായി പോവും, അവർ തിരിച്ചു പോവും. ഇടയനാരാണ്? പരിശുദ്ധാത്മാവാണ്. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. എന്താ അച്ഛൻ പറയാൻ കാരണം അറിയാമോ? ഇത് എനിക്കിത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അതില്ല 4-5 പേരാ പോയത്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വന്ന് അകത്ത് കയറി ആദ്യം നോക്കിയത് കർത്താവ് എന്താണ് ഈ പറയണമെന്നാണ് ചോദിച്ചത്. കാര്യം പല ആൾക്കാരും നീന്തിയാണ് നിൽക്കുന്നത്, വെള്ളത്തിലാണ് നിൽക്കുന്നത് വഴിയിലെ. അപ്പോൾ ഈ കർത്താവ് ഈ നിൽക്കണവരെക്കുറിച്ച് എന്ത് പറയണു, പോയവരെക്കുറിച്ച് എന്ത് പറയണം? അതൊക്കെ ഇതിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ കർത്താവിൻ്റെ നിലപാട് നമ്മൾ അറിയണ്ടേ. അപ്പം ഞാൻ ഉടനെ പ്രാർത്ഥിച്ച് അപ്പോൾ അതിനെ വചനം ഓപ്പൺ ചെയ്തു. ഞാൻ അങ്ങനെ തുറന്നു വെച്ചിരിക്കണ കാരണം വചനം ഓപ്പൺ ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ വചനം ഇതാ. എന്താ പറഞ്ഞത്? ജസ്റ്റ് വിശ്വപ്രമാണത്തിൽ വചനം ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, പ്രൈസ് ദി ലോർഡ്. എന്താ പിന്നെ? ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞ്, അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, അടിത്തറ. എല്ലാത്തിൻ്റെയും അടിത്തറ എന്താണെന്ന് നിങ്ങൾ ഇപ്പം എന്തുമാത്രം സാക്ഷ്യം പറഞ്ഞു ഇല്ലേ? ഒരു ചേച്ചി എന്താ സാക്ഷ്യം പറഞ്ഞത്? ഇരിക്കും മോളെ. അപ്പോഴേ ഒരു ചേച്ചി എന്നാ സാക്ഷ്യം പറഞ്ഞത്? അതൊരു കുരുക്ക് ആയിപ്പോയിരിക്കുകയാണ്. അതായത് ഹസ്ബൻഡിന് താമസ സൗകര്യം ഉണ്ട്, അവിടെ ഭക്ഷണം കിട്ടും. പക്ഷേ വീട്ടിലൂടെ 5 പൈസ അയച്ചു കൊടുക്കാനോ കറണ്ട് ചാർജ് അടക്കാനോ പറ്റത്തില്ല. വീട് ഇരുട്ടി കിടക്കാനുള്ളൂ. ഇത് എത്ര കൊല്ലമായി? 10-12 കൊല്ലമായി. അയാൾക്കാണെങ്കിൽ അവരെ വെറുപ്പിച്ചിട്ട് പോരാനും പറ്റണില്ല, എന്ന കാരണം കിട്ടണില്ല. ഒരു കുരുക്കാണ്. ഇപ്പം കുരുക്കഴിക്കണ മാതാവെന്ന് ഇടയ്ക്കൊക്കെ ഫേസ്ബുക്കിൽ വരും. ഉടമ്പടി മാതാവ് കുരുക്ക് മാത്രമല്ല, എല്ലാ സംഭവം ചെയ്യും. അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ് നിങ്ങൾ മനസ്സിലായില്ലേ? എത്ര തരത്തിലുള്ള സാക്ഷ്യങ്ങളാണ് പറയണത് നമ്മൾ. അപ്പോൾ ഈ ചേച്ചിയുടെ പ്രശ്നം എന്തായിരുന്നു? ഹസ്ബൻഡിന് അവിടെ നിന്ന് രാജിവെച്ച് പോരണം. ആദ്യമായിട്ട് അങ്ങനെ ഒരു സാക്ഷ്യം വേണ്ടത്, ഉള്ള ജോലി കളയണമെന്ന് പറയണത്. രാജിവെച്ച് പോരുകയല്ല, ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ പെട്ടെന്ന് ആ മനസ്സ് മാറ്റി രാജിവെച്ച് തിരിച്ചു പോകുന്നു. അപ്പം നിങ്ങൾ ഓർക്കും അത് കുഴപ്പമില്ല, പക്ഷേ 50% ഓക്കെയാണത്. പക്ഷെ അതല്ല, വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടമ്പടി 1-ാം ഘട്ടം പൂർത്തിയാകണ മുമ്പ് തന്നെ റീസെറ്റ് ചെയ്യും നല്ല ശമ്പളത്തിൽ. അത് ഈ 46-ാമത്തെ വയസ്സിൽ. അതാണ് മിറക്കിൾ. കൈ അടിച്ച് കർത്താവിലേക്ക്. അങ്ങനെ ദൈവം ഇടപെടണമെങ്കിൽ ദൈവത്തിന് അതിൻ്റെ അടിസ്ഥാനം എന്താ? അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലുള്ള എല്ലാ സാക്ഷ്യങ്ങളുടെയും അടിസ്ഥാനം എന്താ? അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല. എന്താ? ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ദൈവത്തിന് നമ്മൾ ദയ തോന്നണം. ഇപ്പം നിങ്ങൾ കുറച്ച് പേർ നിൽക്കുകയല്ലേ, നിന്നിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ കാല് കിടക്കുന്ന നിനക്ക് വാദമുണ്ടെന്ന് നിനക്കറിയാമല്ലോ, എന്തിനാ എന്നെ നിർത്തിക്കൊണ്ടിരിക്കണം? എങ്കിലും ഞാൻ നിൽക്കും. ഈ നിപ്പ് കണ്ടെങ്കിൽ നിനക്ക് എന്നോട് ദയ തോന്നണമേ എന്ന്. മനസ്സിലായല്ലേ? അതായത് ഇപ്പം രോഗമുള്ളവർ, ശ്വാസം മുട്ടലുള്ളവർ, അല്ലെങ്കിൽ മറ്റേതും തരത്തിലുള്ള വേദന ഉള്ളവർ. അപ്പോൾ വേദന ഉള്ളപ്പോൾ നിങ്ങളെ വേദനയും പിടിച്ച് ഇതെപ്പം തീരും എന്ന് പറഞ്ഞാണ്ടിരിക്കണത്. അത് പിശാചിരിക്കണവരിയ്ക്കുന്നത്. പല പാർട്ടിയും അതാണ് അങ്ങനെ ഇരിക്കണത്. പിശാചിരിക്കണവർ ഇരിക്കണേ, ഇതെപ്പം തീരും. ഇതെന്ത് പരിപാടിയാണിത്? കർത്താവിൻ്റെ ഈശോ ജീവനോടെ സാന്നിധ്യത്തോടുകൂടി കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണന്മാർ വാച്ച് നോക്കി എപ്പം തീരും എന്നൊക്കെ മനുഷ്യനായിരിക്കത്തില്ല, പിശാചായിരിക്കും. എന്താ കാര്യം? ഇത് തീരലെന്നാണ് ദൈവത്തെ സത്യമായിട്ട് അറിയാമെങ്കിൽ നമ്മളിത് തീരല്ലേ എന്നായിരിക്കും പ്രാർത്ഥിക്കണത്. ഇതെപ്പം തീരുമെന്ന് പ്രാർത്ഥിക്കണവരൻ അവൻ ഇവിടെ നിൽക്കാൻ ഈ മണ്ണി ചവിട്ടാൻ അർഹതയില്ല. ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ? നിൻ്റെ ജോലിയൊന്നും പോകത്തില്ല, നീ മാതാവിൻ്റെ മണ്ണിലാണ് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചു വരത്തില്ലെന്ന്. കൈ അടിച്ച് കർത്താൻ. അതാണ് വിശ്വാസം. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആഴമായ വിശ്വാസം സാക്ഷ്യപ്പെടുത്തി പങ്കുവെച്ച പങ്കുവെച്ച ആഴമായ ബോധ്യം എല്ലാവർക്കും നൽകണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യൻ്റെ ഒന്ന് പറഞ്ഞേ, ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അപ്പൊ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? ദൈവത്തിന്റെ ദയ. ദൈവം എപ്പോഴാണ് നമ്മളോട് കാണിക്കണത്? ദയ എങ്ങനെ ഉണ്ടാകുന്നു? ഞാൻ എൻ്റെ മുറിയിൽ പോയിരുന്ന് ഇത്രയും നേരം ധ്യാനിച്ച ആ ഒറ്റ വിഷയമാണ്. കാര്യം എനിക്കറിയാം ഈശോയ്ക്ക് ഇനിയും പറയാനുണ്ടെന്ന്. അപ്പം ഞാൻ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നെയും വചനം വായിച്ച് എങ്ങനെയാണ് ദയ, ദൈവത്തിൻ്റെ ദയ. ഇപ്പം ദിവ്യകാരുണ്യമാണല്ലേ. ഈ കാരുണ്യം എങ്ങനെയാണ് നമ്മളിലേക്ക് വരണത്? കാരുണ്യം ഇവിടെ ഇരുന്നാൽ മതിയോ? കാരുണ്യം നിങ്ങളിലേക്ക് വരണം അല്ലേ? അപ്പം ഈ ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഈ ദൈവത്തിൻ്റെ ദയ നിങ്ങളിലേക്ക് വരണത് എങ്ങനെയാണ്? അതിൻ്റെ മെക്കാനിസം എന്താണ്? അതെപ്പോഴാണ് ദയ? ഇപ്പോൾ വെള്ളം ചൂടാകുമ്പോൾ അത് ആവിയായി മാറും. പണ്ട് ഈ ആവി കൊണ്ട് 1000 ജനങ്ങളെ ഒരുമിച്ച് ഭരിക്കുന്ന തീവണ്ടി വരെ ആവി യന്ത്രമായിരുന്നു അല്ലേ? അപ്പം ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യം നിങ്ങളിലേക്ക് വരണം. എപ്പോഴാണ് വരണത്? അതും അറിയണം. പരിശുദ്ധാത്മാവ് എന്താ കുറിച്ച് പറയണത്? ദൈവത്തിൻ്റെ ദയ എപ്പോഴാണ് നമ്മളിലേക്ക് വരണം എന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. സ്നേഹം ദീർഘശാന്തതയും ദയയുമുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞേ, സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ദീർഘശാന്തതയും ദയയുമുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് 1 കൊറിന്ത്യൻസ് 13:4. 1 കൊറിന്ത്യൻസ് 13:4. അപ്പോൾ ദൈവത്തിൻ്റെ ദയ എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൻ്റെ ദയ എവിടെ നിന്ന് വരുന്നു? സ്വരത്തിൽ പറ. സ്നേഹം. ഇപ്പോൾ 1 കൊരിന്ത്യൻസ് 13:14 പറയുന്നത് എന്താണ്? സ്നേഹം ദീർഘശാന്തതയും ദയ. അപ്പോൾ സ്നേഹത്തിലാണ് ദയ ഇരിക്കണത് അല്ലേ? സ്നേഹം ദീർഘശാന്തതയും ദയയുമുള്ളതാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൻ്റെ ദയ എവിടെ നിന്ന് വരുന്നു? ദൈവസ്നേഹത്തിൽ നിന്നാണ് വരണം അല്ലേ? ഇനി ദൈവസ്നേഹമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇപ്പം നിൻ്റെ IELTS ആയാലും ശരി, നിൻ്റെ അപ്പൻ്റെ ഹാർട്ട് അറ്റാക്ക് ആയാലും ശരി, എല്ലാ സൗഖ്യത്തിൽ നിന്ന് എവിടെ നിന്നാണ് വരണത്? ദൈവ സ്നേഹത്തിൽ നിന്നാണ് വരണത് ഇല്ലേ? നമ്മൾ ഇപ്പോൾ ഉടമ്പടി ചെയ്തവർ 6 കാര്യങ്ങൾ ചെയ്യത്തില്ലേ? വചനം 5 മിനിറ്റ് വചനം വായിക്കുക, അങ്ങനെ 10 തവണ ഒരു ദിവസം, അല്ലെങ്കിൽ അരമണിക്കൂർ വചനം വായിക്കുക. അത് ദൈവസ്നേഹത്തോടെ വായിക്കണം. അയ്യോ ഈ ഉടമ്പടി എടുത്തോളൂ, ഇനിയിപ്പോൾ അതാണ് വായിച്ച കല്ലും. ഇങ്ങനെ വായിച്ച പണി കിട്ടും. ഇങ്ങനെ വായിച്ച പണി. അത് ഈ 5 ഉടമ്പടി എടുത്തവർ അരമണിക്കൂർ വചനം വായിക്കണം എന്ന് പറഞ്ഞത് എങ്ങനെ വായിക്കണം? ദൈവത്തിന് നമ്മളോട് ദയ തോന്നണം. അതായത് ദയ തോന്നണവർ സങ്കീർത്തനം പറയുവേ. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘക്ഷമയുള്ള ദൈവയുടെ പുണ്യതയിലേക്ക് ഞങ്ങൾ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ യേശു നാവിൽ തന്ന വചനം സങ്കീർത്തന വചനങ്ങളാണ്. അതിൻ്റെ നമ്പർ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇതാണ് അത് ദയയെക്കുറിച്ച് പറയുന്ന വചനമാണ്. അതായത് അങ്ങയുടെ ദാസിയുടെ മേൽ കരുണ തോന്നുവോളോ ദൈവമായ കർത്താവേ, എൻ്റെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ദയയോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നതാണ് ദയ.
അതായത് നമ്മൾ ഈ കാര്യത്തിൽ സ്ഥിരതയുണ്ടാകുമെന്നാണ്. ദൈവത്തിൻ്റെ ദയ നമ്മൾ കിട്ടണമെങ്കിൽ എന്ത് വേണം? സ്ഥിരത വേണം. ഇപ്പം ചില ആൾക്കാർ ഉടമ്പടി മുടക്കണില്ലേ? ഇല്ലേ? ഉടമ്പടി മുടക്കാൻ പാടില്ല. ശരിക്കും നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടിയല്ലേ, പരിശുദ്ധ അമ്മ വഴി. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി വിശദീകരിച്ച് പറയണില്ല, ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾ വളരെ സ്ട്രിക്റ്റാകാൻ പോവുകയാണ് മുമ്പത്തേക്കാളും. കാര്യം ഈ വെറുതെ ഈ വിഷം കെട്ടുകാർ ഉടമ്പടി എടുക്കുന്നുണ്ട്. കാര്യം ഉടമ്പടി എടുത്താൽ കൃത്യമായിട്ട് അത് ദൈവത്തോട്, അതല്ലെങ്കിൽ അത് വിളിക്കാൻ തേക്കണ പാണ്ടാവും, പൊറുക്കാൻ കഴിക്കണം, മരിക്കാനാവും. അതായത് 1 മാസം ഒരു ഉടമ്പടി ധ്യാനം കൂടണം നമ്മൾ. ആ 1 മാസത്തെ പ്രേക്ഷിത പ്രവർത്തനം ഈശോനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവർ ആഴപ്പെടണം. അതിന് കൃപാസനം പത്രം മേടിച്ച് പ്രാർത്ഥനാപൂർവം ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം നടത്തണം. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി, ഒരു കാരുണ്യ പ്രവൃത്തി 1 മാസം ചെയ്യണം. ഇതെന്തിനാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? ഈ ഉടമ്പടിയിൽ കാനായിൽ കാലിഭരണികളിലെല്ലാം വെള്ളം നിറച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിലാണ് അടയാളം കാണിക്കുന്നത്. പക്ഷെ അമ്മ ഒരു കാര്യം പറയും, എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യാൻ. അവൻ പറയണത് 6 കാര്യങ്ങളാണ്. സമ്പൂർണ്ണ ബൈബിളിൽ അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ലോകം മുഴുവൻ പോകുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ ചെയ്യണത്. നമുക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടാത്തതുകൊണ്ട് നമ്മൾ കർത്താവ് പ്രസംഗിച്ചത് കൊടുക്കും. ഈ വചന ശുശ്രൂഷയിലൂടെ എല്ലാം കർത്താവ് പറയുന്ന വചനങ്ങളില്ലേ, അത് നമ്മൾ ടൈപ്പ് ചെയ്തെടുത്തിട്ടാണ്, യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടാണ് പത്രാധിപകുറിപ്പായിട്ട് തരണത്. ഈ ഓൺലൈനിൽ ഈശോ ഇരിക്കുമ്പോൾ അമ്മയുടെ ഈശോയുടെ മധ്യത്തിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ദൈവം കാണിച്ചു തരുന്ന വചനങ്ങളുണ്ട്. അതാണ് പത്രത്തിൽ വരേണ്ടത്. അതാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. ആത്മാക്കളുടെ പരിപോഷണത്തിനും പ്രതിസന്ധികളും ജനം രക്ഷപ്പെട്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ് വിശ്വാസം വർദ്ധിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? സ്നേഹം വർദ്ധിക്കണം. കാര്യം എന്താ? സ്നേഹത്തിൽ നിന്നാണ് ദയ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾ എന്താ പറയണം? കർത്താവേ, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയെ നീ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നിക്ക് ഭക്ഷണം തന്നു എന്നൊക്കെ പറയുമ്പോൾ എളിയവരിൽ ഒരുവൻ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന് ഈശോ പറഞ്ഞില്ലേ? അതാണ് കാരുണ്യ പ്രവൃത്തി. അതാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം കാരുണ്യ പ്രവൃത്തി, ഒരു കാര്യം പ്രേക്ഷിത പ്രവർത്തനവും, ഒരു കാര്യം വചന വായനയും, ഒരു കാര്യം വചനധ്യാനവുമാണ്. അങ്ങനെ 6 കാര്യങ്ങളാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് നിഷ്ഠയോടെ നമ്മൾ ചെയ്യണം. പിന്നെ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ചില ആൾക്കാരൊക്കെ ഉടമ്പടി മുടക്കി കാട്ടിക്കൂട്ടിയൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും 200 പത്രമൊക്കെ എടുത്ത് അച്ഛനെ കണ്ടാൽ മതി നമ്മൾ നടക്കുകയാണ്. ആ 200 പത്രമൊക്കെ എടുത്ത് അച്ഛനെ കാണുന്ന പരിപാടിയൊന്നും ഉടമ്പടിയിലില്ല. അമ്മയെ കാണുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കാര്യങ്ങൾ. അങ്ങനെ പിന്നെ എന്താ, രാജ്യം വിട്ട് പോകുന്ന ആൾക്കാർക്കാണ് അത് പറഞ്ഞിരിക്കുന്നത്. രാജ്യം വിട്ട് പോകണില്ലേ, അവർക്ക് പ്രാർത്ഥന കൂടാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്നാ പറ്റിയിരിക്കണമെന്ന് അറിയാമോ? കാശുള്ളവരൊക്കെ 200 പത്രം 400 പത്രം എടുത്ത് വെളുപ്പിനെ ചുട്ടുപിടിച്ചിട്ട് വരികയാണ്. അത് എന്തുമാത്രം ശരിയാവുമെന്ന് അറിയത്തില്ല. കാര്യം ഇതൊരു കച്ചവട കേന്ദ്രമൊന്നുമല്ല, ഇത് സുവിശേഷം അറിയിക്കണ കേന്ദ്രമാണ്. നിങ്ങൾ കൃത്യമായിട്ട് ജീവിത വിശുദ്ധീകരണം നടത്തണം. ജീവിത വിശുദ്ധീകരണത്തിലൂടെയാണ് ജീവിത ശക്തീകരണം. അതാണ് അമ്മ പറഞ്ഞത്. അനുഗ്രഹം പ്രാപിക്കാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. അതാണ് നമ്മൾ അത് നിഷ്ഠയോടെ വൃത്തിയായിട്ട് ഭംഗിയായി ചെയ്യണം. അപ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യും? കാരുണ്യപ്രവൃത്തി, കാരുണ്യപ്രവൃത്തികൾ, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ ഉപവാസം, വചന വായന, വചനധ്യാനം ഒക്കെ എല്ലാം കാണുമ്പോഴേ നമ്മൾ വേദസാക്ഷിയായി മാറുകയാണ്. ഉടമ്പടി ഒരു 1-ാം ഘട്ടം എന്നുള്ള 3 മാസമാണ്. ഉടമ്പടി 1 വർഷമാണ്. 4 കോളം കണ്ടില്ലേ? ഉടമ്പടി 3 മാസം എന്ന് പറയുമ്പോൾ ഒരു ഘട്ടമാണ്. എലിസബത്തിൻ്റെ വീട്ടിൽ പരിശുദ്ധ അമ്മ ഉടമ്പടിയായിട്ടിരുന്നത് 3 മാസമാണ്. വാഗ്ദാന പേടകം ഹൊറേബിൻ്റെ വീട്ടിലിരുന്നത് 3 മാസമാണ്. അതാണ് 3 മാസം എന്ന് പറയണം. അല്ല ജോസഫ് അച്ഛൻ പറഞ്ഞ് 3 പ്രാർത്ഥന കൂടാൻ പറഞ്ഞതല്ല. ഉടമ്പടി പ്രകാരമാണ് നമ്മൾ 3 പ്രാർത്ഥന കൂടുന്നത്. ഉടമ്പടിയുടെ സ്വഭാവം അതാണ്. 3 മാസമാണ്. 3 മാസം കഴിയുമ്പോൾ ഒരു ഘട്ടമാകും. അപ്പോൾ ബാക്കിയുള്ള സാക്ഷ്യം പറഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഉടമ്പടി പുതുക്കും. അതാണ് 2-ാം ഘട്ടം. അങ്ങനെ 4 ഘട്ടങ്ങളുണ്ട്. ഈ 6 കാര്യങ്ങൾ 4 ഘട്ടം കൊണ്ട് നടന്നാൽ മതി. അപ്പോൾ ഇതിനുള്ളിൽ വർഷം 4 വർഷപ്പോൾ 6 കാര്യം 12 നടന്നു വരും.
മാന്യം മര്യാദയ്ക്ക് ഉടമ്പടി ചെയ്യുന്നവർക്ക് 12 കാര്യം നടന്നു. കാര്യം 2 കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടനെ സാക്ഷ്യം പറഞ്ഞിട്ട് അടുത്ത 2 കാര്യം കൂടി കയറ്റി വെച്ചിട്ട് ഉടമ്പടി പുതുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകണം. ശ്രുതിക്കട ഹല്ലേലൂയ, ശ്രുതിക്കട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, കർത്താവേ, അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ, ജീവിക്കാൻ, കർത്താവേ സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് ശക്തി പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം ദാവീദ് രാജാവിന്റെ കൊട്ടാരത്ത് വരുന്ന മുമ്പ് ഒബേദ് ഹെറോദിൻ്റെ വീട്ടിലിരുന്നു. ഒബേദ് ഹെറോദിൻ്റെ വീട്ടിൽ വാഗ്ദാന പേടകം ഇരുന്നപ്പോൾ അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു, അവൻ്റെ ഭൗതിക സാഹചര്യം അനുഗ്രഹിച്ചു ദൈവം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് വീണ്ടും 3 മാസം പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ 3 മാസം ഇരിക്കുന്നത്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതുപോലെ ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹത്തിൻ്റെതാണ് 1-ാം ഘട്ടം. വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസാനത്തെ ഒരു പിടിവള്ളിയാണ്. അത് നിങ്ങൾ വിശ്വസ്തയോടെയാണ് ചെയ്യേണ്ടത്. വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയോട് ചെയ്ത ഉടമ്പടി വിശ്വസ്തയോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ചില ആൾക്കാർ പറയും 3 മാസം ഞങ്ങൾ കൂടി അച്ഛനെയും കണ്ട്, അപ്പോൾ പിന്നെ ഉടമ്പടി തീരുകയല്ല. ഉടമ്പടി തീരത്തില്ല. ചിലർ അച്ഛനെ കാണാൻ വേണ്ടി മാത്രം ഒരു തരികിട പരിപാടിയായിട്ട് ഒരു പെട്ടെന്നുള്ള ഒരു പോംവഴിയായിട്ട് ഇതെടുക്കുന്നുണ്ട്. ഇതൊന്നും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടാൽ തെറ്റുണ്ടെങ്കിൽ തെറ്റി നിങ്ങൾ തിരുത്തണം. ഇതോടെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകൂടുന്നത്. അപ്പോൾ ഇനിമുള്ള കാര്യങ്ങൾ ഈ 1 വർഷം ഉടമ്പടി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് 1-ാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ളവരെ കൊണ്ട് മാത്രം ഉടമ്പടി ചെയ്തിട്ടുള്ളത്. കാര്യം ബുദ്ധിയും ബോധം ഇല്ലാത്തവൻ, ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തവൻ ചുമ്മാ ചാടി വന്ന് ഉടമ്പടി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം അത് കൊടുക്കാൻ തക്കണ പാണ്ടാവും. നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി നമ്മളെ വിശ്വസ്തത കാണിച്ചാൽ പിന്നെ നമ്മുടെ വിഷയം തീർന്നു. ജപ്തി നടപടി വരട്ടെ, ജപ്തി നടപടി സംഭവിക്കട്ടെ. എന്താ കാര്യം? എൻ്റെ അമ്മനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ പൊറപ്പിക്കേണ്ട കാര്യം, പുതിയ സ്ഥലം മേടിച്ച് തരേണ്ട കാര്യം അമ്മയുടെ കയ്യിലായിരിക്കണത്. അത് അമ്മ എവിടെ നിന്ന് ഉണ്ടാക്കിയാൽ ചെയ്തിരിക്കും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ചേർന്ന് പാടാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. അപ്പോൾ നീ കർത്താവിൻ്റെ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചു പോകുമ്പോഴേ, ഇപ്പം നമ്മൾ 1 കൊറിന്ത്യർ 13:4 എന്നാ കണ്ടത്? സ്നേഹം ദീർഘശാന്തതയും ദയയുമുള്ളതാകുന്നു. അപ്പോൾ ഇവിടുന്ന് ദയ വരണത് എങ്ങനെയാണ്? സ്നേഹത്തിൽ നിന്നാണ്. കർത്താവിന് നിന്നോട് സ്നേഹം തോന്നിയാൽ ദയ വരും. കർത്താവ് നിന്നോട് സ്നേഹം തോന്നണം. അപ്പം ആഗ്രഹിച്ചെല്ലാം നടക്കും. കർത്താവിന് നിന്നോട് സ്നേഹം തോന്നണം. അപ്പോൾ എന്ത് പറ്റും? ആഗ്രഹിക്കണത് ഒക്കെ നടക്കും. ഒരു ചേച്ചിയോട് ഈശോ പറഞ്ഞില്ലേ, മകളെ നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന്. നീ എഴുതിയിട്ടിരിക്കണ പോലെ നടക്കട്ടെ എന്ന്. മകളെ നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഒരു ചേച്ചിയോട് ഈശോ പറഞ്ഞത്. ഏത് ചേച്ചിയോടാണ് പറഞ്ഞത്? കാനങ്കാരിയോട് പറഞ്ഞതാണ്. കാനങ്കാരിയോട്. മത്തായിയുടെ സുവിശേഷം 15:28. മത്തായി 15:28. കാനങ്കാരിയോട് ഈശോ എന്താ പറഞ്ഞത്? മകളെ നിൻ്റെ ആഗ്രഹം പോലെ. അപ്പം നമ്മുടെ ആഗ്രഹം എന്തായാലും ദൈവം മാനിക്കുമെന്ന് വന്നില്ലേ? ഇല്ലേ? അപ്പം അവളോട് ദയ തോന്നിയില്ലേ കർത്താവിന്? കർത്താവിന് ദയ തോന്നണമെങ്കിൽ അതിന് മുമ്പ് എന്താ തോന്നേണ്ടത്? സ്നേഹം. കർത്താവിന് കാനങ്കാരിയോട് സ്നേഹം തോന്നാൻ കാര്യം എന്താ?
കർത്താവിന് കാനൻകാരുടെ സ്നേഹം തോന്നിയിട്ട് മകളെ നിൻ്റെ ആഗ്രഹം പോലും നടക്കട്ടെ എന്ന് പറയാൻ കാര്യം എന്താ? കർത്താവിന് എങ്ങനെയാണ് അവളോട് സ്നേഹം തോന്നിയത്? ദൈവത്തെ കൊണ്ട് സ്നേഹം തോന്നിക്കണമെങ്കിൽ ഇത്തിരി പാടാ. കാനൻകാരുടെ കർത്താവിന് എങ്ങനെ സ്നേഹം തോന്നില്ലേ? കാനൻകാരുടെ കർത്താവിന് എങ്ങനെയാണ് അതുവഴി ദയ തോന്നിയത്? അവളെന്താ വന്ന് കർത്താവിനോട് പറയണത്? കർത്താവേ, എൻ്റെ മകളെ ക്രൂരമായ ഒരു പിശാച് ബാധിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പം ഒന്നാം സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്? കർത്താവ് മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ഉടമ്പടിയുടെ ചില ഒരു മാസം അച്ഛാ ചില പറയും, അച്ഛാ ഉടമ്പടി 2 മാസമായി ഒരു അടയാളം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു കർത്താവ് മൈൻഡ് കഴിഞ്ഞിട്ടാണ്. സത്യമല്ലേ? സത്യമല്ലേ? കാനൻകാരി എന്താ ചെയ്തത്? കർത്താവ് മൈൻഡ് ചെയ്യില്ല. കാനൻകാരി വന്ന് അവളുടെ ജീവിതം തകർന്നിരിക്കണേ. അവളുടെ മകൾ ഭ്രാന്തി പിടിച്ച് പിശാച് പിടിച്ച് ഉണ്ണണമില്ല ഉറക്കണമില്ല, പ്രാന്തിയെപ്പോലെയും നടക്കുക. ഇവളെ ഉറക്കണില്ല. അപ്പോൾ ഭർത്താവേ എന്നോട് കാരണതാണ് എൻ്റെ മകൾ ക്രൂരമായ പിശാച്. ഇപ്പോൾ ബൈബിൾ പറയണേ ബാധിച്ചിരിക്കുന്ന പറയുമ്പോൾ കർത്താവ് പറയണേ കർത്താവ് മിണ്ടിയില്ല എന്നാണ്. അപ്പോൾ ഈ ഉടമ്പടി ചിലപ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ കർത്താവ് മിണ്ടാത്ത കാലമുണ്ട്. എല്ലാവർക്കും അല്ല, ചിലർ ശ്രദ്ധിക്കണം. കർത്താവ് ഒരു അക്ഷരം മിണ്ടത്തില്ല. അപ്പോഴെന്ത് ചെയ്ത് അവളെക്കാളും മെച്ചവൾ അവളെന്ത് ചെയ്ത് അവൾ പത്രോസിനോട് പറഞ്ഞു, അപ്പോസ്തലന്മാരോട് പറഞ്ഞ് കർത്താവ് മിണ്ടണില്ലെന്ന് പറഞ്ഞ്. പത്രോസിനോട് പറഞ്ഞ്, അല്ലെങ്കിൽ അവിടെ യൂദായ ഉണ്ടായിരുന്നു, അന്തോനിസ് ഒന്നില്ല. അവൾ വന്ന് പറഞ്ഞു, വിശുദ്ധന്മാരോട് പറഞ്ഞു ഇതാണ് അവസ്ഥ, കർത്താവ് മിണ്ടണില്ലെന്ന് പറഞ്ഞു. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ അവിടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് മിക്കവാറും മിണ്ടിപ്പോയേനെ വന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. അവിടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിന് മിണ്ടായിരിക്കാൻ പറ്റുമോ? അതാണ് വിഷയം. അതാണ് വിശുദ്ധന്മാരും അമ്മയും തമ്മിലുള്ള വ്യത്യാസം. അതാ കർത്താവ് മിണ്ടിയില്ലല്ല. കർത്താവ് അവസാനം പത്രോസിന് ഭയങ്കര വിഷമായി. പത്രോസ് വന്ന് ഈശോയോട് പറഞ്ഞു, ഈശോ ഒന്നിനും വേണ്ടി അല്ലെങ്കിൽ ഇറ്റ്സ് എ ഡിസ്റ്റർബൻസ്. അവളിങ്ങനെ കാറിക്കൂവി നമ്മുടെ കൂടെ ഇങ്ങനെ വരിക, ഇനി അവളെ പറഞ്ഞേക്ക്. നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും ഇവിടെ പുറകെ നടന്ന ഒരു പരിപാടിയും നടക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞയച്ച്, പക്ഷേ അത് വലിയ ഇടിവെട്ട് പരിപാടിയായിപ്പോയി. കർത്താവ് എന്താ പറഞ്ഞ ഉടനെ? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പോൾ ഇത് കേട്ടോടുകൂടി എല്ലാ സ്ത്രീഹന്മാരുടെയും മുഖത്ത് രക്തം പോയി. എന്താ കാര്യം? അവൾക്ക് ഒന്നാമത്തിൽ അവൾക്ക് ശവം പോലെ ഇരിക്കുന്ന ആളാണ്. ഇപ്പം ശവത്തെ കൂത്തുന്ന വർത്തമാനമാണ് ഈ പറയണത്. ഉടമ്പടി കാലഘട്ടങ്ങളിൽ ചില സമയത്ത് നമ്മുടെ സിറ്റുവേഷൻ ചില സമയത്ത് ഏതെങ്കിലും ചിലർക്ക് മോശമാകാൻ സാധ്യതയുണ്ട്. ബുദ്ധിയും ബോധം അനുസരിച്ച് വേണം ഉടമ്പടി ചെയ്യാൻ. ചില സമയത്ത് മുമ്പത്തെക്കാൾ അപ്പം നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ചോദിക്കുവേ, എടി ഉടമ്പടി ചെയ്തപ്പോൾ ഇത്രയും പ്രശ്നമില്ല, ഇപ്പോൾ ഉടമ്പടി ചെയ്തപ്പോഴാണ് ഇതിനൊക്കെ കൂടുതൽ പ്രശ്നമായിപ്പോയെന്ന്. ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ വെറുതെ ഉറങ്ങിക്കിടന്നിരുന്ന കടക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ വേണ്ട കുഴപ്പം എനിക്കിടയിൽ ഉണ്ടപ്പോൾ നിങ്ങളുടെ കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴത്തെ വന്ന് ചോദിക്കുക, പിന്നെ അടുത്ത ആഴ്ച കാശ് തരാം കേട്ടാ. അപ്പോൾ ഭർത്താവ് ചോദിക്കടി ഇവരൊക്കെ ഈ പൈസ നമുക്ക് കിട്ടുമ്പോൾ കൊടുത്താൽ മതി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവരൊക്കെ നമ്മളെ പിടിച്ച് കൈ വിലങ്ങ് വെക്കാൻ വന്നത്. എനിക്കറിയാൻ പറ്റും. ഉടമ്പടി ചെയ്ത് ചേച്ചിക്ക് അറിയാൻ പറ്റും. എനിക്കറിയാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയണം. അല്ലെ പിന്നെ എന്നതിനാണ് നിങ്ങളെ ചെയ്തത്? നിങ്ങൾക്കറിയണം. എൻ്റെ മനുഷ്യനെ ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാ. നമ്മൾ വിശ്വാസം ഉറച്ചു നിൽക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുക എൻ്റെ കൂടെ വന്ന്. നിങ്ങളിപ്പോൾ എപ്പോഴും ശരിയാകണില്ലേ ശരിയാ ചോദിക്കണമല്ല. ഒരു വിഷയമൊക്കെ നിങ്ങളൊന്ന് മുട്ട നിന്നിട്ടുണ്ടാ. ഭർത്താക്കന്മാരെ വിളിച്ച് മുട്ട നിർത്തണം. എങ്ങനെ മുട്ട നിർത്തുന്നത്? നിൻ്റെ ഉറച്ച വിശ്വാസം കണ്ടാലേ അയാൾ വന്ന് മുട്ട നിൽക്കത്തുള്ളൂ. നീ തന്നെ ആർക്കാനും വേണ്ടി വക്കാരിക്കണ പോലെയാണ് നീലത്തിൽ കത്തിക്കണത്. 90% ആൾക്കാരും നിശ്ചിതമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. 10% എന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ ഉദ്ദേശിച്ചത്. ആ 10% പോലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ തീക്ഷ്ണതയും പ്രാർത്ഥനയും കാണുമ്പോൾ നിങ്ങളുടെ മക്കൾ കൂടി വന്ന് നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തണം. കുടുംബം മുഴുവൻ മുട്ടുകുത്തിക്കുന്ന രീതിയിൽ നിങ്ങൾ വിശ്വസിക്കണം പോലെ അവർക്ക് തോന്നണം. ഇപ്പോൾ എന്താ സംഭവം? പത്രോസ് വന്ന് പറഞ്ഞ് കർത്താവെ അവളെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അവളെ നമ്മൾ അരട്ടി വരികയല്ലേ. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര സ്റ്റെപ്പായെന്ന് നോക്കിയേ. കർത്താവിന് നമ്മളോട് ദയ തോന്നാൻ വേണ്ടി എത്ര സ്റ്റെപ്പുണ്ടെന്ന് നോക്കിയേ. ഒന്ന്, അവൾ നേരിട്ട് ഈശോയോട് പറഞ്ഞിട്ട്. രണ്ടാമത് ഈശോ മിണ്ടണില്ല. മൂന്നാമത്തത് അവൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞിട്ടേക്ക്. നാലാമത്തത് അപ്പോസ്തലന്മാർ ഈശോയോട് പറയണത്.
അഞ്ചാമത് ഈശോ അതിന് പ്രതികരിക്കണത്. അപ്പോൾ ഒന്നും നടക്കത്തില്ലെന്ന് ഉറപ്പായി. അവസാന നിമിഷം ആകും തോറും ഒന്നും നടക്കത്തില്ലെന്ന് ഉറപ്പായി. ജപ്തിയും വന്ന് പിന്നെ കേസ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കേസ് അടുത്ത ആഴ്ചയിലാണെന്ന് പറഞ്ഞു. ദൈവമേ, അപ്പോൾ ഇനി വക്കീലിന് കാശ് കൊടുക്കണം. ഭക്ഷണം കഴിക്കാൻ കാശ് തരും, ഇനി വക്കീലിനെ കാശ് കൊടുക്കും, ഒരു പിടിയില്ല. അപ്പോൾ മുമ്പത്തേക്കാൾ കാര്യം മോശമായി. അതാണ് കഥ. ഇപ്പം എന്താ പറയണത്? മക്കളുടെ അപ്പം ഇവിടെ നായ്ക്കൾക്ക്. അപ്പോൾ നേരത്തെ മനുഷ്യക്കോല ഒരു വില കൊടുത്തിരുന്നു, ഇപ്പം പട്ടിയെന്നാണ് വിളിച്ചിരിക്കണത്. ശവത്തെ കുത്തിയ പോലെയായി. അപ്പോഴേ ഇവിടെ ശരിക്കും പറഞ്ഞ മണ്ണാങ്കട്ട മാങ്ങാത്തിരി, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ മകൾ ചത്താലും കുഴപ്പമില്ല, ഈ അനുഗ്രഹം ഇനി വേണ്ടെന്ന് പറയും. അതാണ് സാധനം. ഇവളെന്താ പറയണത്? ഇവളെന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞ് പട്ടിയെന്ന് വിളിച്ചില്ലേ? അപ്പോൾ ഇവളെന്താ സാധാരണ? ഇവൾക്ക് ലോകാരൂപിയാണെങ്കിൽ ഇവൾ പറയും മണ്ണാങ്കട്ട മാങ്ങാത്തൊലി, ഇനി എൻ്റെ മക്കൾ ചത്താലും വേണ്ടല്ലോ, ഈ അനുഗ്രഹം ഇവിടുന്ന് വേണ്ടെന്ന് പറയും. അവൾ വണ്ടി വിട്ടു പോകും. നമ്മളെ ഇട്ടു പോകാൻ വേണ്ടി കുറേ പരീക്ഷണങ്ങളുണ്ടായി ഇതിൻ്റെ അകത്ത്. ഇപ്പം ചില ആൾക്കാർ പറയല്ലേ, നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് എടുത്ത് വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇനി ബഹളക്കാരൊക്കെ ഒന്നും എടുക്കത്തില്ല. ഇനി എന്താ കാര്യം എന്നറിയാമോ? ഇടിച്ചില്ല. അവർക്ക് നേരത്തെ പോകണം. അവർക്ക് നമ്പർ കിട്ടി. നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം, ഉടമ്പടി കൂടാത്ത പ്രാർത്ഥനയ്ക്കാൻ വരാത്ത പരിച്ചാഴികളെ കൂട്ടി ഒരിക്കലും കൃപാസനത്തിൽ വരരുത്, പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഡേറ്റിന്. അങ്ങനെ വന്നിട്ട് അവരവിടെ എവിടെ എടുത്തേക്കണം. മെസ്സേജിന് വരുമ്പോൾ കറക്റ്റ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊണ്ടവർ മാത്രമേ ഇങ്ങോട്ട് നിർത്താവൂ, ഇതിനകത്ത് കയറ്റാവൂ. നേരത്തെ പറഞ്ഞേക്കാം. അവിടെ നേരത്തെ പറഞ്ഞേക്കണം, ഇത് വിഷയം വേറെയാണ്. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകണ പോലെ പരിപാടി നടക്കത്തില്ല. കൃത്യമായിട്ട് ഉടമ്പടി ചെയ്ത ആൾക്കാരെ മാത്രം ഇതിനകത്ത് കയറ്റത്തുള്ളൂ. പിന്നെ മെസ്സേജ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ ഭർത്താവിനെയോ മകനെയോ വിളിച്ചുകൊണ്ട് വരാം. ഈ വരികളെ വിളിച്ചുകൊണ്ട് വന്നാൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അവർക്ക് വീട്ടിൽ പോകണം, ഭക്ഷണം കഴിക്കണം, അയ്യോ ഇത്ര നേരമായി ഇങ്ങനെയുള്ള അലപരാധികളൊന്നും മക്കളാണെങ്കിൽ പോലും മെസ്സേജ് ദിവസം വിളിച്ചുകൊണ്ട് വരരുത്. പ്രാർത്ഥനയ്ക്ക് വേണം വിളിച്ചുകൊണ്ട് വരാം, അപ്പുറത്തെ ഒട്ടരെ കൊണ്ട് എടുത്ത് വെച്ചാൽ മതി. തീറ്റി പണ്ടാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം. കാര്യം ഇത് വളരെ സീരിയസ് ആയിട്ട് മക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാര്യം എത്ര കാലങ്ങൾ ഉപവസിച്ചിട്ടാണെന്ന് അറിയാമോ? ഉടമ്പടി ഒരു ആദ്യത്തെ സംഭവമില്ല. 89 ഉപവസിക്കാൻ തുടങ്ങിയതാണ്. നൂറ്റാണ്ട് കാലം ഉപവസിച്ചപ്പോഴാണ് ദൈവം ഇങ്ങനെ പ്രാർത്ഥന തന്നത്. ഓണോടെ സ്ഥലം തന്നതല്ല ഇത്. ഞാൻ മാത്രമല്ല ഉപവസിച്ചത്, എൻ്റെ കൂടെയുള്ള ആയിരക്കണക്കിന് മനുഷ്യരെ നൂറ്റാണ്ട് ഉപവസിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇവനൊക്കെ ഇവിടെ നിന്ന് വിട്ടു പോകത്തില്ലെന്ന്. സത്യസന്ധമായിട്ടാണ്. അല്ല ഏതെങ്കിലും ധ്യാനം കൂടിയതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന വെളിപാടൊന്നുമല്ല ഇത്. ജീവിതകാലം മുഴുവൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് കഴിഞ്ഞ 52 കൊല്ലത്തോളം കൃത്യമായി വിശ്വസിച്ചും പ്രാർത്ഥിച്ചും നടക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു ബോധത്തിൽ വേണം മക്കൾ ഉടമ്പടി ചെയ്യാൻ. ഇപ്പോൾ ചേച്ചിയുടെ അവസ്ഥ കണ്ടില്ലേ? ചേച്ചിയോട് എന്താ പറഞ്ഞത്? മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന്. ഇവൾക്ക് വേണമെങ്കിൽ 2 തോന്നിവാസം കർത്താവിനെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പൊന്നു പുറത്ത് അനുഗ്രഹം ഇത് പൊന്നാണെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞ് അവൾ വണ്ടി വിട്ടു. പക്ഷേ അവൾ വണ്ടി വിട്ട് പോകത്തില്ല. അവൾ തിരിച്ചു പറഞ്ഞ് അവൾ അതിനെ കൗണ്ടറായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരാധീനതകളെ അവർ കൗണ്ടറായിട്ട് ചെയ്ത് അവൾ പറഞ്ഞ് കർത്താവേ അത് ശരിയാണ്. അതാണ് സംഭവം. അത് ശരിയാണ്, ഞാൻ പട്ടിയാണ്, സമ്മതിച്ചിരിക്കും. എനിക്ക് അതിൻ്റെ അത് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. അവൾ എളിമപ്പെട്ടിരിക്കുകയാണ് സംഭവം. നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമ്മളെ കൂടുതൽ എളിമപ്പെടുത്താൻ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പരിശുദ്ധാത്മാവില്ലെങ്കിൽ പരിപാടിക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ലെന്ന്. ഒരു മോശമായ ഒരു എതിരായിട്ടുള്ള അഭിപ്രായം, ഒരു അപമാനകരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അഭിമാനത്തോടെ ജീവിക്കാനാണ്. അതിന് പകരം നമുക്ക് കിട്ടണത് എന്താണ്? അപമാനമാണ് കിട്ടുന്നത്. അപ്പം നമ്മളോർക്ക് ഇത് എന്ത് നിങ്ങൾക്കറിയാവോ? നിങ്ങളെ എളിമപ്പെടുത്തുക എന്നുള്ളത് അനുഗ്രഹത്തിന് മുമ്പ് വരുന്ന ഒരു ഏർപ്പാടാണ്. ഇപ്പം വർഷകാലമല്ലേ ഇത്? വർഷം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കും? അഗ്നി നക്ഷത്രം ഉദിക്കും. അഗ്നി നക്ഷത്രം ഉദിക്കുമ്പോൾ പഴമക്കാർ പറയും 10 ദിവസം കഴിയുമ്പോൾ വർഷമായെന്ന് പറയും. അതാണ് പഴയ കണക്ക്. ഇതുപോലെ നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് അല്പ ദിവസം മുമ്പ് നമ്മളെ തകർത്ത് പൊടിച്ചു കളഞ്ഞിരിക്കും. നമ്മുടെ അഹങ്കാരമോ നമ്മുടെ ഈഗോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊടിച്ചു കളഞ്ഞിരിക്കും. കാര്യം അതായത് ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. പ്രീതളാണ്. ഇപ്പം യാക്കോബിന് 4:6 1 5 എന്താ പറയണത്? ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. അമ്മ മാതാവ് വഴിയുള്ള കൃപയല്ലേ? എന്താ കാര്യം? ദൈവം വിനയാന്യത ഉയർത്തുന്നു, അഹങ്കാരികളെ ചിതറിക്കുന്നു. അപ്പം നിൻ്റെ അഹങ്കാരത്തെ ചിതറിക്കാൻ വേണ്ടി അവസാനത്തെ ഡോസ് ചിലപ്പോൾ കിട്ടും. അമ്മയുടെ ദൈവശാസ്ത്ര അനുഗ്രഹത്തിൻ്റെ വിധിപ്രകാരം എന്താ ഉള്ളത്? അഹങ്കാരികളെ ചിതറിക്കുന്നു,
ബിനിയാനെതിരെ ഉയർത്തുന്നു. നിൻ്റെ അഹങ്കാരത്തെ തകർക്കാൻ വേണ്ടി ചില സമയത്ത് നിൻ്റെ IELTS പൊട്ടിയെന്ന് വരും. അപ്പോൾ നമ്മൾ IELTS എഴുതി ഒരു മോൾ എന്നോട് പറഞ്ഞ് എൻ്റെ അച്ഛാ IELTS കിട്ടണതിനല്ല പ്രശ്നം, അവളുടെ ഉദ്ദേശം ഡ്രസ് കോഡാണ്. ഇവിടെ കേരളത്തിൽ നല്ല കോളേജിൽ പഠിച്ചാൽ ഡ്രസ് കോഡ്, അവിടുത്തെ ഡ്രസ് കോഡ് കൊള്ളത്തില്ലെന്ന്, ബാംഗ്ലൂരത്തെ ഡ്രസ് കോഡ് നല്ലതാണെന്ന്. സ്യൂട്ടൊക്കെ ഇല്ലേ, ആ സ്യൂട്ട് ഇൻ്റർനാഷണൽ സ്യൂട്ടാണ്. അപ്പോൾ ഇവൾക്ക് പഠനത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് സ്യൂട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അഹങ്കാരങ്ങൾ ഇരിക്കുന്നുണ്ട്. ഈ സാധനത്തിനെ പൊട്ടിക്കും. കാര്യം ഇവിടെ കൂടി നമുക്കറിയാമല്ലോ, ഇതേ കൂടി ദൈവത്തിന് പാസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ സെൽഫ് എസ്റ്റീം ആയിരിക്കും. സെൽഫ് എസ്റ്റീം ടോർച്ചർ ചെയ്യാൻ വേണ്ടി, ടോർപ്പേഡോ ചെയ്യാൻ വേണ്ടി ചില സമയം അന്ത്യനിമിഷം നമ്മളെ എളിമപ്പെടുത്തും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കൃപ വരുമ്പോൾ മുമ്പ് തന്നെ എളിമ വരും. ഇപ്പോൾ പ്രസവിക്കണമുമ്പ് തന്നെ ചേച്ചിമാരുടെ ബോഡിയൊക്കെ ഇങ്ങനെ ലൂസാകത്തില്ലേ? പഴമക്കാർ പറയത്തില്ലേ, ഇളമക്കൊണ്ടെന്ന് പറയത്തില്ലേ, ബോഡി ഗെറ്റ് ലൂസ്. പ്രസവിക്കണ 10 മിനിറ്റ് മുമ്പ്, ഒരു മാസം മുമ്പ് ഒക്കെ ബോഡി ലൂസാകും. അപ്പോൾ നമ്മൾ ബോഡിയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ, മാന്തി കഴിഞ്ഞാൽ ആ പാട് അതുപോലെ കിടക്കും. ഇതുപോലെ അനുഗ്രഹം വരാൻ മുമ്പ് നമ്മളെ ലൂസാക്കി കളയും, നമ്മളെ എളിമപ്പെടുത്തി കളയും, നമ്മളെ ഒരു കാശയും കൊള്ളാത്ത ആൾക്കാരായി കളയും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് പറയും, മോളെ ഡെലിവറി ടൈമായി, ഡെലിവറി പ്രസൻറ്റ് ടൈം, അതുകൊണ്ടാണ് ബോഡി ഇങ്ങനെ ഇളമപ്പെടുന്നത്. നിൻ്റെ അപമാനം, നിനക്ക് ഇപ്പോൾ അപമാനം വന്നിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈശോ പറഞ്ഞ പരിശുദ്ധാത്മാവിന് 14:26 യോഹന്നാൻ, നിങ്ങളെ സഹായിക്കാൻ ഞാൻ വേണ്ടി മറ്റൊരാശ്വാസന അയക്കും, ഞാൻ പഠിപ്പിച്ചുള്ള നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടൈമിൽ സംഭവിക്കുന്ന വിഷയം എന്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്തിട്ടും എന്ന് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എനിക്ക് ഈ അപമാനം വന്നതെന്ന് ചോദിക്കും. അപമാനം വന്നു കഴിയുമ്പോൾ അവൾക്കും അങ്ങനെ സംഭവിച്ചത്. ആർക്ക്? കാനംകാരിക്ക്. അവളെന്താ പറഞ്ഞത്? മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുത്തത് വിഹിതമല്ല. അപ്പോൾ അതാണ് അവൾ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവളെ പട്ടിയെന്ന് വിളിച്ച് അപമാനിതയായി. അപ്പോസ്തലന്മാർ കൂടെ അത് കേട്ട് ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒന്നേ കർത്താവ് 2 വർഷം തണ്ട് തോന്നിയേ പറയണം, അല്ലെങ്കിൽ ഇട്ടച്ചും പോകണം. രണ്ടിലൊന്നേ അവളുടെ മുമ്പിലുള്ളു. ഇത് രണ്ടും അവൾ എടുത്തില്ല, മൂന്നാമതൊരു സംഭവം എടുത്തു. എന്താ പറഞ്ഞത്? കർത്താവേ, അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഞാൻ പട്ടിയാണ്. പക്ഷേ ഈശോ ഒന്ന് ചിന്തിച്ചേ, നായ്ക്കൾ പോലും അവിടെ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തുതി. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ശ്രേഷ്ഠമായ വിശ്വാസത്തിലേക്ക്, ആഴമാർന്ന വിശ്വാസത്തിലേക്ക് വചനപ്രബോധനത്തിലൂടെ ഞങ്ങൾ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കൃപയാലേ കൃപയാൽ അനുദിനവും കരങ്ങളടിച്ചുകൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഉടമ്പടി ഒരു വിഷയം കാണിക്കുമ്പോൾ നിങ്ങൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഉടമ്പടിയുടെ ഒരു വിധിയുണ്ട്. ഇപ്പോൾ ഒരു ധ്യാനം കൂടണമെങ്കിൽ തന്നെ മരിയം കൃപാഭിഷേകത്തിനാണ് കൂടേണ്ടത്, അല്ല ആന്തരിക ധ്യാനമല്ല കൂടേണ്ടത്. ഇവിടെ ആരോണ്ട് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് ഉടമ്പടി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർ അതിൽ വിശ്വാസക്കുറവുള്ളവരാണ് മറ്റ് ധ്യാനങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ തന്നെ നിൻ്റെ കെട്ടിവെച്ച കാശ് പോകും. എന്നൊക്കെ എവിടെയോ ഒരു ലക്ഷ്യം തോന്നിയിട്ടുണ്ട്. ഒരു ധ്യാനത്തിൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അധികാരി ആരാണ്? അമ്മയാണ്. അമ്മയാണ് സമാധാനം. അപ്പോൾ അമ്മയിലുള്ള വിശ്വാസ കുറവുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ ഇടയ്ക്ക് വേറെ ധ്യാനത്തിലൊക്കെ പോകുന്നത്. നിങ്ങൾ തീരുമാനിക്കണം. അവൾ ആ ചേച്ചി പറഞ്ഞ സത്യമാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണ് ഇവിടെയാണ് നീ തൊട്ടെങ്കിൽ നീ തിരിച്ചു വരത്തില്ലെന്ന് പറയണം. ആ ബോധ്യം നമുക്കുണ്ടാകണം. ഇനി ധ്യാനം കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരിയം കൃപാഭിഷേക കാര്യം ഉടമ്പടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ധ്യാനമേ ഉള്ളൂ. എന്താണ്? മരിയം കൃപാഭിഷേക ധ്യാനം. നിങ്ങൾ ബുക്ക് ചെയ്യണം. സുന്ദരമായിട്ട് കൂടാം. അതിലിപ്പോൾ മരിയം തപസ്സിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കണില്ലേ? അതാണ്. അല്ല മറ്റൊരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ക്യാൻസലാവും. പിന്നെ കാര്യം ഉടമ്പടി ചെയ്തിട്ട് പിന്നെ കാര്യമില്ല. ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങടക്കുന്ന പാർട്ടിയാണെങ്കിൽ ഉടമ്പടി ചെയ്തിട്ട് കാര്യമില്ല.
അമ്മ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധമായ മണ്ണിൽ വെച്ച് തന്നെയാണ് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വിഷയത്തിന് ഈ മണ്ണിൽ തീരുമാനം ഉണ്ടാക്കുമോ എന്ന് വിചാരിക്കുന്നവൻ വേറെ കറങ്ങി നടക്കത്തില്ല. വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഉടമ്പടി കാലം കഴിയുമ്പോൾ നിങ്ങൾ എവിടേക്ക് പോയിക്കോ. പക്ഷേ ഉടമ്പടിയുള്ളിടത്തോളം കാലം ഉടമ്പടി നമ്മൾ അമ്മയിൽ വിശ്വസിച്ചിരിക്കുകയാണ്, അതിൽ നമ്മൾ വിശ്വസ്തയോടെ മുന്നേറുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അപമാനത്തെ ഏറ്റെടുത്തിട്ട് അവൾ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? അവളെന്താ പറഞ്ഞത്? കർത്താവേ, അങ്ങ് പറഞ്ഞ് ശരിയാ, ഞാൻ പട്ടിയാണ്, പക്ഷേ ഈശോ നീ യജമാനാണ്, നീ യജമാനാണ്. ഞാൻ പട്ടിയാകുമ്പോൾ നിൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകളെ, നിൻ്റെ ആഗ്രഹങ്ങൾ നീ ആഗ്രഹിച്ചതുപോലെ അല്ല, അതിനെ ഒരു കോംപ്രമൈസും വെക്കണില്ല. അവിടെ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് വെക്കണില്ല. 6 കാര്യമില്ല 3 കാര്യം തരാമെന്നല്ല പറഞ്ഞത്. 6 കാര്യമില്ല 3 കാര്യം തരാമെന്നല്ല പറഞ്ഞത്. നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. എഴുന്നേൽക്കുക എല്ലാവരും. നമ്മൾ ഒരുമിച്ച് എഴുന്നേൽക്കുന്നു. ആദ്യം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ആശീർവാദം കഴിയാതെ ആരും അടർന്ന് പോകരുത്. കാര്യങ്ങൾ അറിയണം. കാര്യം ആശീർവാദത്തിൽ ചിലപ്പോൾ അവസാന നിമിഷം കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തണത്. ശുശ്രൂഷ സന്തോഷമായി നിങ്ങൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ മണ്ണിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം നേടി, ഈ ആശീർവാദമായിരിക്കും നാളെ നിങ്ങൾക്ക് ജോലി തരണത്. ഈ ആശീർവാദമായിരിക്കും നാളെ നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാക്കണത്. ഈ ആശീർവാദമായിരിക്കും അവിചാരിതമോ അകാരണമോ ആകസ്മികമോ ആയിട്ടുള്ള വിഷമതകളും വ്യവരാധികളും നിങ്ങളെ പ്രതിരോധിക്കണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്ന മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ നീ ആശീർവദിക്കണമേ. കർത്താവേ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേര്, 7 അപ്പവും ഏതാനും മത്സ്യങ്ങളും കൊണ്ട് 4000 പേരെ സംതൃപ്തരാക്കിയ സർവശക്തനും കാരുണ്യമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കരങ്ങൾ ഉയർത്തി കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. നേരവും ആരാധനയും സ്തുതിയും ഏറ്റു പ്രാർത്ഥിക്കുക. നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മീൻപിടുത്തക്കാരായ വിസ്തൃത ശ്ലീഹന്മാരുടെയും സംരക്ഷണത്തില് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ അവരുടെ വള്ളവും വലയും യന്ത്രവും തൊഴിലാളികളും
അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിച്ചുകൊണ്ട് സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, തൊഴിൽ മേഖലകളെയും തൊഴിൽ ഉപകരണങ്ങളെയും ആശീർവദിക്കുന്നവർ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ ആശ്രയിപ്പോൾ ശക്തിയാൽ നിറഞ്ഞിടും. കർത്താവിനെ ആശ്രയിപ്പോൾ ശക്തിയാൽ നിറഞ്ഞിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിക്കുക. സ്നേഹനിധിയും സകലത്തെയും പരിപാലിക്കുന്നതിനുമായ നല്ല ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ ആരാധനയുടെ ഫലമായി ഞങ്ങൾക്ക് സമർത്ഥമായ മത്സ്യവിള നൽകുകയും അങ്ങയുടെ മക്കളെ സമാധാനത്തിൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, ഓ ദിവ്യകാരുണ്യമേ, മീനുടെ കടലിലേക്ക് വള്ളത്തിന്റെ തലയെ തിരിച്ചു വിടണമേ. വലയിലേക്ക് മത്സ്യങ്ങളെ ആകർഷിക്കണമേ. വലയിൽ ഉൾക്കൊള്ളുന്ന മത്സ്യങ്ങളെ യേശുനാമത്തിൽ ശ്രീവായുടെ അടയാളത്തിൽ യേശുനാമത്തിൽ വൈത്തലയിൽ ബന്ധിക്കുന്ന. ഹല്ലേലൂയ. കർത്താവേ, മത്സ്യസമ്പത്ത് നിറക്കട്ടെ, മത്സ്യവിളം നിറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കരങ്ങൾ വീശണമേ. കരങ്ങൾ വീശിക്കട്ടെ, തീക്കാറ്റായി കൈകൾ വീശിക്കട്ടെ. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി കൈകൾ വീശിക്കട്ടെ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇവിടെ ഇനി ഉടമ്പടി ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാധന മക്കളെ, അവമാലാരും മധ്യസ്ഥതയിൽ ഈശോനെ ആരാധിച്ച് ഉടമ്പടി സമർപ്പിച്ച് അവിടെ വിടുതലിനും സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നല്ലവനായ ഈശോയെ, ദിവ്യ കാരുണ്യമേ, ദൈവത്തിന്റെ കാരുണ്യമേ, ദൈവത്തിന്റെ ദയായ കാരുണ്യമേ, അങ്ങയുടെ ദയ ഞങ്ങളിലേക്ക് നിവേശിപ്പിക്കുവാൻ ഞങ്ങളിലുള്ള ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണമെന്ന് അതിന് വിശ്വാസത്തിന്റെ വഴികളിൽ ഖനംകാരിക്ക് അനുഭവപ്പെട്ട എല്ലാ വിനയപ്പെടുത്തലും ഈശോയെ പരിശുദ്ധാത്മാവിൽ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
കർത്താവേ, ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളുടെ മേലും അനുഗ്രഹം ഭക്ഷിക്കുന്നതിനെ ഓർത്ത് അത് പറയുന്നു. ആമേൻ, സ്തോത്രം. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, ആത്മാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, പിതാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആത്മനദിയായി ഒഴുകണമേ, നദിയായി ഒഴുകണമേ. എന്തോ ഗ്രന്ഥി ഒരു തലം ഈ ശിഖരം വെച്ച് ശിഖരമുള്ള കിഴങ്ങ് പോലെ ശരീരത്തിൻ്റെ അകത്ത് വരുന്ന ഗ്രന്ഥികൾ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് കർത്താവ് ശരീരത്തിന് കേട് വരാത്ത രീതിയിൽ എടുത്തു കളയപ്പെടാൻ വേണ്ടിയുള്ള കൃപ നൽകുന്ന സുരുൽ ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ദൈവമേ. അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, ബഹുരോഗ്യം സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നീര് രോഗികള്, കരൾ രോഗികള്, ഹൃദയ രോഗികള്, കിഡ്നി രോഗികള്, തൈറോയ്ഡ് രോഗികള് യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ക്യാൻസർ രോഗങ്ങൾ അസ്ഥിയുടെ താഴ്വരയിൽ സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി
കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർത്താവായ ദൈവമേ, വൈവാഹിക തടസ്സങ്ങള്, മക്കളില്ലാത്ത ശാരീരിക പ്രതിബന്ധങ്ങള്, ജോലി ഇല്ലാത്തവര്, ഭവനരഹിതര്, സ്ഥലമില്ലാത്തവര്, നൈപുണ്യ പരീക്ഷയില് സ്കോർ ലഭിക്കാത്തവര്, പലതരത്തിലുള്ള വേദനകള്, വിദ്യാഭ്യാസ തടസ്സങ്ങള്, ജോലി തടസ്സങ്ങള്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തീപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇടത് നെഞ്ചിന് ക്യാൻസർ പോലെയുള്ള ഒരു വിഷമമുള്ള രോഗങ്ങൾ അവർക്ക് അറിയാമത്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ. അസ്ഥിക്കുഴകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഈശോ അത് കാണിച്ചു തരണതാണ്. അസ്ഥികൾക്ക് ബലമില്ലാത്തവർ, കുഴകൾക്ക് കൊണ്ട് സന്ധികൾ ബലത്തോടു കൂടി ഒന്ന് എടുത്ത് പൊക്കാൻ പറ്റാത്തവർ, ഒന്ന് സ്വാധീനം കുറവുള്ളവർ, അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. കർത്താവായ ദൈവമേ, അസ്ഥിക്കുഴകളുടെ ബലക്ഷയത്താൽ സ്വാധീനം കുറഞ്ഞവര്, വേല ചെയ്യാൻ പറ്റാത്തവരെ ഈ നിമിഷം സുഖപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിര. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിര. കർത്താവായ ദൈവമേ, ജോലി തടസ്സങ്ങള്, വഴി തടസ്സങ്ങള്, അതുപോലെ തന്നെ സർവീസ് തടസ്സങ്ങള്, വിദ്യാഭ്യാസ തടസ്സങ്ങള്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കട്ടെ. കർത്താവ് നിന്റെ വിഷമതകളെ ഈ നിമിഷം ഏറ്റെടുക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ. വിദ്യാഭ്യാസ മേഖലയിൽ ആശ്രയം തന്നു പറയുന്നത് കർത്താവേ. മണിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കാർമലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ചില സ്ഥലത്ത് ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ എല്ലിരിക്കണ പോലെയാണ് ശരീരത്തിനകത്ത് ഒരു കഷണം ഇരിക്കണത്. അപ്പോൾ എല്ലാണെന്ന് നോക്കും, പക്ഷേ നമുക്ക് നിൽക്കി നോക്കുമ്പോൾ എല്ലാണെന്ന് തോന്നും, പക്ഷേ എല്ലല്ല, അത് മാംസം എന്തോ ഇങ്ങനെ കട്ടിയായി മരവിച്ച് ഇങ്ങനെ കൂടിയിരിക്കണതാണ്. ഡെഡ് ബോഡീസാണത് അകത്തുള്ള. കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഡെഡ് ബോഡീസ് എന്ന് പറയുന്നത് നിങ്ങളോർക്കും എന്നാൽ പിന്നെ അത് ചീഞ്ഞ് പഴുത്ത് പുറത്ത് വരേണ്ടതില്ല. അങ്ങനെ അല്ല ഇതിങ്ങനെ വയറിങ്ങനെ തള്ളിയിരിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ആ ഫോർമാറ്റ് അല്ലാത്ത രീതിയിൽ തന്നെ ആ ബോഡി കഷ്ണം കിടക്കുകയാണ്. പക്ഷേ എല്ലല്ല, അത് കട്ടിയുള്ള മാംസമാണ്. അതാണ് ഈശോ എടുത്ത് മാറ്റണത്. നിങ്ങളത്
കിട്ടിയ ആൾക്കാർ ആ സാക്ഷ്യം ഒരു 3 മാസത്തിനുള്ളിൽ അത് പറയേണ്ടതാണ്. കാര്യം വൈദ്യശാസ്ത്രത്തിന് കൺകറൻസ് കിട്ടിക്കഴിഞ്ഞ്. ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ശരീരം പതിരുടെ ഉള്ളിൽ കഫം വല പാകിയതുപോലെ തോന്നും. ഇപ്പോൾ വലയാണ് ഈശോ കാണിക്കുന്നത്. ഇങ്ങനെ കുറേ ഇങ്ങനെ വല പാകിയതുപോലെ കഫം അത് രൂപപ്പെട്ട് വരികയാണ്, അവിടെ തന്നെ രൂപപ്പെട്ട് വരികയാണത്. അപ്പം അത് മരുന്നിനകത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല അതിനകത്ത്. അപ്പോൾ ആ വ്യക്തിയുടെ ശ്വാസകോശങ്ങളെ കർത്താവ് ക്ലിയർ ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെയാണ് ഇപ്പോൾ ഈശോ സുഖപ്പെടുത്തിയിരിക്കണം. വല പാകിയതുപോലെ ആ ടേമാണ് ഉപയോഗിക്കണത്. തോന്നണമല്ലോ, ഒന്ന് കഫമാണ് ഇരിക്കണത്, ചരട് പോലെ ഇങ്ങനെ ഇരിക്കുക പലതരത്തിൽ. ആ വ്യക്തികർത്താവ് സുഖപ്പെടുത്തിയിരിക്കണത്. നിങ്ങൾ മൗനമായി ഈശോയെ ധ്യാനിക്കുക, നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹിക്കുക. പലപ്പോഴും നമുക്ക് കർത്താവ് ഒത്തിരി പേര് സുഖപ്പെടുത്തുമ്പോൾ ആ സൗഖ്യദായകമായ ശക്തി സമൂഹത്തിൽ പ്രബലമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ അനുസ്മരിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് നമ്മൾ സാക്ഷ്യങ്ങളെ വിലയിരുത്തേണ്ടത്. അല്ലാതെ 1-2 പേർ കിട്ടുന്ന സാക്ഷ്യമല്ല. ഇതിങ്ങനെ എടുത്തു പറയുമ്പോൾ തന്നെ അനേകം മക്കളെ ഈശോ വിടുതൽ നൽകുകയും സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ മാത്രമല്ല, ലൈവ് പ്രോഗ്രാമിലൂടെ അനേക ദിക്കുകളിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ അതിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുന്ന ഓരോ മക്കളും ഫേസ്ബുക്കിലും എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ ഇപ്പോഴ് മൗനമായി കണ്ണടക്കേണ്ടതാണ്. അവരെ കർത്താവിൽ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കേണ്ട സമയമാണ്. കണ്ണടച്ച് പറ്റുമെങ്കിലും നിങ്ങൾ ഈ സമയത്ത് നിങ്ങളല്ല, പുറത്തുള്ളവരോടായി പാചകം സംസാരിക്കുന്നത്. പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ മുട്ടേ നിൽക്കുന്ന കണ്ണടച്ച് കൈകൂപ്പി ഈ ആരാധനയിൽ അവിടെ വ്യക്തിപരമായ സങ്കടങ്ങളെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മുമ്പിൽ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സങ്കടങ്ങളെ ഈശോയുടെ മുമ്പിൽ വയ്ക്കുക. കർത്താവേ, സമീപത്വം വിദൂരത്ത് നിന്നുകൊണ്ട് അനേകം മക്കൾ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ അവരെല്ലാം നീ സ്പർശിക്കണമേ. ഇന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വള്ളങ്ങളെല്ലാം അടുത്ത ശനിയാഴ്ച വരെ കടലിലാണ്, കാറ്റിലും കോളിലുമാണ്. അങ്ങ് മാത്രമേ അവിടെയുള്ളൂ. എല്ലാവരെയും സമർപ്പിക്കുന്നു, കടലിനെ സമർപ്പിക്കുന്നു, കടലുള്ള വള്ളങ്ങളെയും മത്സ്യബന്ധന ഉപകാതികളെയും എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, അവരെ സുരക്ഷിതമായി സംരക്ഷിക്കണമേ. അവിടെ കുഞ്ഞുങ്ങൾ പൊറ്റപ്പെടുവാനും അവിടെ കാര്യങ്ങൾ നിറവേറുവാനും കടങ്ങൾ പരിഹരിക്കുവാനും കർത്താവെ കനിയണമേ. നേരത്തെ ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണത്തിലൂടെ Lord Jesus Christ, pour out His Spirit, the fire fingers soak with the precious blood, and to the Catholic Church with the power of Jesus Christ, with the ministers of the Holy Priesthood, I bless the Holy Spirit. And the Catholic Church with the power of Jesus Christ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ പത്രത്തെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. സമാപന ആശീർവാദം இந்த സമയത്തും നേർച്ച ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ പോകുമ്പോൾ പത്രം വാങ്ങിക്കാവുന്നതാണ്. പിന്നെ റോഡിലോട്ട് ചെല്ലുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം.
പരമാവധി നിങ്ങളുടെ വണ്ടി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് എടുക്കണം. തെറിച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറിച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, തൊഴിൽ മേഖലകളെ ആശീർവദിക്ക് നന്ദി പറയുന്നു. കടലിലെയും കായലിനെയും ആശീർവദിക്ക് നന്ദി പറയുന്നു. തൊഴിലാർത്ഥികള് കർത്താവെ, തൊഴിൽ രഹിതരെ ആശ്രയിക്കുന്ന നന്ദി പറയുന്നു. സന്താനരഹിതരെ, ഭവനരഹിതര്, കുടുംബമില്ലാതെ വിഷമിക്കുന്നവര്, കർത്താവെ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവര്, സാമ്പത്തിക ക്ലേശത്തിൽ കഴിയുന്നവര്, നാനാവിധ രോഗത്തിൽ കഴിയുന്നവര്, കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്യാൻസർ രോഗികള്, കർത്താവെ ഹൃദയ സംബന്ധമായ രോഗമുള്ളവര്, കർത്താവെ എപ്പിലെപ്സി രോഗമുള്ളവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്